വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 12ാമത്തെ ലെസൻ്റെ ലാസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ 3ാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലെസൻ്റെ പേര് കഞ്ച എന്നാണ്. കഞ്ച ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഇതിനു മുമ്പുള്ള 2 പാർട്ടുകൾ കാണാത്തവർ അത് ആദ്യം കാണണം. അപ്പോൾ മെഹി ആയാ ഹൂം. അപ്പോൾ അവിടെ ഫീസ് അടയ്ക്കാനായിട്ട് അപ്പവും കുറേ പിള്ളേരും ഫീസ് അടയ്ക്കാനായിട്ട് ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്ലർക്ക് പറഞ്ഞു, പിയൂണ് പറഞ്ഞു, ഓരോരുത്തരായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഓരോ പിള്ളേരും ഓരോരുത്തരും ഞാൻ ആദ്യം വന്നെന്ന് പറഞ്ഞ് അവിടെ വഴക്ക് കൂടാണ്. അപ്പോൾ മെഹി ആയാ ഹൂം പറയുന്നത് ഞാനാണ് വന്നത്. മേരെ ബാക്കി പൈസ. അപ്പം മറ്റു ചിലർ പറയുന്നുണ്ട് എൻ്റെ ബാക്കി പൈസ. ഇസ് ഷോർഗുൽ സെ അപ്പു ദൂർ ഖടാ രഹാ. ഷോർഗുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അപ്പോൾ ഈ ബഹളത്തിൽ നിന്നെല്ലാം അപ്പു ദൂരെ മാറി നിന്നു. അപ്പു ദൂർ ഖടാ രഹാ. ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെ മാറി നിന്നു. അപ്പു രാമനെ ഫീസ് ജമാക്കി. രാമൻ ഫീസ് കൊടുത്തു, ഫീസ് അടച്ചു. മല്ലികാനെ ജമാക്കി. മല്ലികയും ഫീസ് അടച്ചു. അപ്പോൾ തോടെ സെ ലഡ്കെ ഹി ബച്ചേ ഹെ. അപ്പോൾ ഇനി കുറച്ചു പിള്ളേർ മാത്രം അടയ്ക്കാനുള്ളൂ ഫീസ്. വോ സോച്ച് രഹാ ഥാ. അപ്പോൾ അപ്പു എന്തോ ചിന്തിക്കുകയാണ്. അവൻ ചിന്തിക്കുകയായിരുന്നു, ജോർജ് കെ സാത്ത് ലേക്കർ ചലൂ തു ദേഗാന. അപ്പോൾ അവൻ്റെ ചിന്ത എന്താണ്? ഇപ്പോഴും ആ ഗോലികളിലാണ്, ആ കടയിലുള്ള ഗോലികൾ എങ്ങനെ വാങ്ങിക്കാമെന്നതിലാണ്. ജോർജ് കോ സാത്ത് ലേക്കർ ചലൂ തോ ദേഗാന. കൂട്ടുകാരനായ ജോർജിനെ കൂടെ കൊണ്ടുപോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തരുമോ? ആ പീഡികക്കാരൻ, കടക്കാരൻ ആ ഗോലികൾ തരുമോ? ശായദ് ചിലപ്പോൾ തന്നേക്കാം. നഹി തോ കിത്തനെ പൈസ ലഗേങ്കെ. അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാനാണെങ്കിൽ എത്ര പൈസ വേണ്ടി വരുമോ? 5 പൈസ, 10 പൈസ, 5 പൈസ, 10 പൈസ. അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഹരി ലക്കീരെ വാലെ ഗോൾ സഫീദ് കഞ്ചേ. ഹരി ലക്കീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ വരകളോടുകൂടെയുള്ള ഉരുണ്ട വെളുത്ത ഗോലികൾ. അപ്പോൾ ഘണ്ടി ബജനെ പർ ഫീസ് ജമാ കിയെ ഹുയെ സഭി ബच्चे ഉധർ സെ ചലെ. ഘണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ബെല്ലടിച്ചപ്പോൾ തന്നെ ഫീസ് അടച്ച എല്ലാ കുട്ടികളും സഭി ബच्चे ഉധർ സെ ചലെ, അവിടെ നിന്ന് പോയി. വോ ഭി ചല. അവനും അവിടെ നിന്ന് നടന്നു. അവൻ ഫീസ് അടച്ചില്ല, അവനും അവിടെ നിന്ന് നടന്നു. അപ്പോൾ മാനോ നീന്ദ് സെ ജാക്കർ ചൽ രഹാ ഹോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുന്ന പോലെ ഒരു ദിവാസ്വപ്നമൊക്കെ കണ്ടിട്ടാണ് അവൻ നടക്കുന്നത്. അപ്പോൾ ക്യാ സബ് ഫീസ് ജമാ കർ ചുക്കെ. അപ്പോൾ മാസ്റ്റർ ജി ക്ലാസ്സിൽ തിരിച്ചു വന്നപ്പോൾ അധ്യാപകൻ ചോദിച്ചു, ക്യാ സബ് ഫീസ് ജമാ കർ ചുക്കെ. എല്ലാവരും ഫീസ് അടച്ചോ? കക്ഷ ചോടനെ കെ പേലെ മാസ്റ്റർ ജീനെ പൂച്ച. ക്ലാസ് വിടുന്നതിന് മുമ്പ് മാസ്റ്റർ ജി ചോദിച്ചു പിള്ളേരോട്, എല്ലാവരും ഫീസ് അടച്ചോ എന്ന്. വ നഹി ഉഠ. അവൻ എഴുന്നേറ്റ് നിന്നില്ല, അവൻ പറഞ്ഞില്ല അവൻ അടച്ചില്ല എന്ന്. ഷാം കോ തോടി ദേർ ഇധർ ഉധർ ടഹൽത്താ രഹാ. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് അവൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. ടഹൽത്താ രഹാ എന്ന് പറഞ്ഞ് ഇധർ ഉധർ ടഹൽത്താ രഹാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. ലഡ്കെ ഗീലെ മിട്ടി മേ ഛോട്ടെ ഗഡ്ഡെ ഖോദ് കർ കഞ്ചെ ഖേൽ രഹേ ഥേ. അപ്പോൾ അവിടെ ആൺകുട്ടികൾ ഗീലെ മിട്ടി എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണ്ണിൽ ചെറിയ ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴി കുഴിച്ചിട്ട് അതിൽ ഗോലി കളിക്കുകയാണ്. വഹ് ഉൻകെ പാസ് നഹി ഗയ. അപ്പു അവരുടെ അടുത്ത് പോയില്ല. ഫാട്ടക്കെ സീഖ് ചെ ധാമേ ഉസ്നെ സടക് കി തരഫ് ദേഖ. ഗേറ്റിൻ്റെ അവിടെ നിന്ന് സടക് കി തരഫ് ദേഖ. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അവിടെ അങ്ങോട്ട് നോക്കി. വഹാ ഉസ് മോഡ് പർ ദുകാൻ ഹെ. അവിടെ ആ വളവിൽ തന്നെ, മോഡ് എന്ന് പറഞ്ഞാൽ വളവ്, ആ വളവിൽ തന്നെ ദുകാൻ എന്ന് പറഞ്ഞാൽ ആ കട, ആ വളവിലാണ് ആ കട. ദുകാൻ മേ അൽമാരി.
ആ കടയ്ക്കുള്ളിൽ എന്തുണ്ട്? അലമാരിയുണ്ട്. അലമാരിക്കുള്ളിൽ എന്താണ്? ജാറിനുള്ളിൽ നമ്മുടെ ഗോലി. അപ്പോൾ ബാഹർ ഖടേ ഖടേ ഛൂ സക്കേക, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്കതിന് തൊടാം, ആ ജാറിനെ തൊടാം. അൽമാരി മേ ശീശി കെ ജാർ ഹെ, അലമാരീൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഒരു ജാറുണ്ട്, ചില്ലിൻ്റെ ജാറുണ്ട്. ഉൻമേ ഏക് ജാർ മേ പൂര, അപ്പോൾ അവന് ചിന്തിക്കണം, അതിൽ ഒരു ജാറിൽ മുഴുവനും എന്താണ്? ഗോലികളാണ്. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ബസ്ത കന്ധേ പർ ലട്കായേ വ ചലനെ ലഗ, അപ്പോൾ അവൻ്റെ ബാഗ് തോളിലിട്ടിട്ട് നടക്കാൻ തുടങ്ങി. ലട്കായ എന്ന് പറഞ്ഞാൽ തൂക്കുക, കന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ. അപ്പോൾ ബസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഷോൾഡർ തൂക്കി അവൻ നടന്നു. ദുക്കാൻ നസ്ദീഖ് ആ രഹി ഹെ, അപ്പോൾ ദുക്കാൻ നസ്ദീഖ് ആ രഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ദുക്കാൻ്റെ അടുത്ത് എത്താറായി. ഓക്കെ. ഉസ്കി ചാൽ കി തേജി പടി, അപ്പോൾ അവൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി. വഹ് അൽമാരി കെ സാമനെ ഖടാ ഹോ ഗയ, അവൻ അൽമാരീൻ്റെ ഫ്രണ്ടിലെത്തി. പീടികയിൽ ഷോപ്പിൽ ദുകാൻദാർ ഹസ, അപ്പോൾ കടക്കാരന് മനസ്സിലായി ഇവൻ അതിനു വേണ്ടി വന്നതാണെന്ന്, അത് വാങ്ങിക്കാൻ വന്നതാണെന്ന്, ഗോലി വാങ്ങിക്കാൻ വന്നതാണെന്ന്. ആ കടക്കാരൻ ചിരിച്ചു. ഉസേ മാലൂം ഹുവാ കി ദുകാൻദാർ ഉസ്കെ ഇന്തദാർ മേ ഹേ, അവന് മനസ്സിലായി ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ കടക്കാരനും എന്ന്. വബി ഹസ, അവനും ചിരിച്ചു, അപ്പവും ചിരിച്ചു. കഞ്ച ചാഹിയേ ഹേന, എനിക്ക് ഗോലിയല്ലേ വേണ്ടത് അല്ലേ എന്ന് ചോദിച്ചു കടക്കാരൻ. ഉസ്നെ സിർഹിലായ, അവൻ തലയാട്ടി, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ദുകാൻദാർ ജാർ കാ ढक्कन जब खोलने लगा तब अप्पू ने पूछा, അപ്പോൾ ദുകാൻദാർ ജാർ കാ ढक्कन എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പ്, ജാറിൻ്റെ ढक्कन ഖോൽന എന്ന് പറഞ്ഞാൽ തുറന്നുകൊണ്ട്, അപ്പോൾ തുറക്കുകയാണ്. അപ്പോൾ അപ്പുവിനെ പൂച്ച, അപ്പു ചോദിച്ചു, അച്ഛേ കഞ്ചേ ഹേന, നല്ല ഗോലികളല്ലേ എന്ന് അപ്പു ചോദിച്ചു. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ബടിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. ഫസ്റ്റ് ക്ലാസ് കഞ്ചേ എന്ന് പറഞ്ഞാൽ വളരെ ഫസ്റ്റ് ക്ലാസ് ഈ ഗോലികളാണ്. തുമേ കിത്തനെ കഞ്ചേ ചാഹിയെ, നിനക്ക് എത്ര ഗോലികളാണ് വേണ്ടത്? കിത്തനെ കഞ്ചേ ചാഹിയെ, കിത്തനെ 2-3 പ്രാവശ്യം ചോദിച്ചു. എത്ര വേണം, എത്ര? ഉസ്നെ ജേബ് മേ ഹാത്ത് ഡാല, അപ്പു അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. 1 രൂപ ഓർ 50 പൈസ, എന്നിട്ട് പറഞ്ഞു 1 രൂപയും 50 പൈസയുണ്ട്. ഉസ്നെ വഹ് നിക്കാൽ കർ ദിഖായ, അത് 1.5 രൂപ 1 രൂപയും 50 പൈസയും അതെടുത്ത് കാണിച്ചു. നിക്കാൽക്കർ എന്ന് പറഞ്ഞാൽ പുറത്തെടുത്ത് കാണിച്ചു. ദുകാൻദാർ ചോക്ക, ആശ്ചര്യമായി കടക്കാരന്. ഇത്തനെ സാരെ പൈസയ്ക്ക്, ഇത്രയും പൈസയ്ക്കുള്ള ഗോലി വേണോ? അന്ന് ആ സമയത്ത് 1.5 രൂപ എന്ന് പറയുന്ന ഒരുപാട് പൈസയായിരുന്നു. ഓക്കെ. സബ്കെ, അവൻ പറഞ്ഞു, പഹലെ കഭി കിസി ലड़के ने इतनी बड़ी रकम के कंचे नहीं खरीदे थे, ഇത്രയും 1.5 രൂപേൻ്റെ, ഇത്രയും വലിയ എമൗണ്ടിൻ്റെ, ഇത്രയും കൂടുതൽ പൈസേൻ്റെ ഗോലി അതുവരെ ഒരു കുട്ടിയും ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തിനെ കഞ്ചേക്ക് ജറൂറത്ത് ക്യാ ഹെ, അപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, ഇത്രയും ഗോലികളുടെ ആവശ്യം എന്താണ്? ഇത്രയും നിനക്ക് എന്തിനാണ്? വ മേ നഹി ബതാഊംഗ, അപ്പോൾ അപ്പു പറഞ്ഞു, അത് ഞാൻ പറയില്ല. ദുകാൻദാർ സമജ് ഗയ, കടക്കാരന് മനസ്സിലായി. വോ ബി കിസി ജമാനെ മേ ബച്ച രഹാ ഥാ, ആ കടക്കാരനും പണ്ട് ഒരുപാട് കാലം മുമ്പ് അയാൾ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഉസ്കെ സാഥി മിൽക്കർ ഖരീദ് രഹേ ഹോങ്കെ, ഉസ്കെ സാഥി എല്ലാവരും അയാൾ വിചാരിച്ചു ഇവൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടിയിട്ട് വാങ്ങിക്കുകയായിരിക്കും. യഹി ഉൻകെ ലിയെ ഖരീദനെ ആയാ ഹോഗ, അവരെല്ലാവർക്കും വേണ്ടിയിട്ട് ഇവനായിരിക്കാം
വാങ്ങിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഈ 1.5 രൂപേൻ്റെ ഇത്രയും പൈസേൻ്റെ ഈ ഗോലി വാങ്ങിക്കുന്നത്. വ കഞ്ചെ ഖരീദനെ കി ബാത് ജോർജ് കെ സിവ ഓർ കിസി കോ ബതാന നഹി ചാത്താ ഥാ. അപ്പം പക്ഷേ അപ്പു എന്താണ്, അപ്പു ജോർജിനോട് മാത്രമേ ഈ ഗോലി വാങ്ങിക്കുന്നതിൻ്റെ കാര്യം പറയാൻ വിചാരിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരാരോടും അവൻ പറയാൻ വിചാരിച്ചിട്ടില്ല. കിസിക്കോ ബത്താന നെഹി ചാത്താ ഥാ. വേറെ ആരോടും അവൻ ഈ ഗോലി വാങ്ങിക്കുന്ന കാര്യം പറയാൻ ഉദ്ദേശിച്ചില്ല. ദുക്കാൻദാറിനെ പൂച്ച, ദുക്കാൻദാർ കടക്കാരൻ ചോദിച്ചു, ക്യാ തുമേ കഞ്ചെ ഖേൽന ആത്താ ഹെ, നിനക്ക് ഗോലി കളിക്കാൻ അറിയുമോ? വ നെഹി ജാൻതാ ഥാ, അവനറിയില്ലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു തോഫിർ, പിന്നല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ കേസെ സവാൽ പൂച്ച് രഹാ ഹെ, എങ്ങനെയൊക്കെയുള്ള സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദ്യമാണ് ചോദിക്കുന്നത്. ഉസ്ക ധീരജ് ജവാബ് ദേ രഹാ ഥാ, അവൻ്റെ ധൈര്യമായിരുന്നു ഇതെല്ലാം. അവൻ്റെ ഉത്തരവൊക്കെ പറയുന്ന അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ധൈര്യമായിരുന്നു. അതേതോ അവൻ പറഞ്ഞു, താ തരൂ. ദുക്കാൻദാർ ഹസ്പട, അപ്പോൾ ആ കടക്കാരൻ ചിരിച്ചു. ഹസ്പട എന്ന് പറഞ്ഞാൽ ചിരിച്ചുപോയി. വ ബി ഹസ്പട, അവനും ചിരിച്ചു, അപ്പുവും ചിരിച്ചു. കാഗജ് കി പോട്ട്ലി ഛാത്തി സെ ചിപ്റ്റായെ വ നീം കെ പേടോ കി ഛാവ് മേ ചലനെ ലഗ. അപ്പോൾ കാഗജ് എന്ന് പറഞ്ഞാൽ ഒരു കടലാസിൻ്റെ ഒരു പൊതിയിലാണ്, പോട്ട്ലി എന്ന് പറഞ്ഞാൽ പൊതി, അതിലാണ് ഈ ഗോലി ഇട്ട് കൊടുത്തത്, പൊതിഞ്ഞു കൊടുത്തത്. അതിനെ നെഞ്ചോട് ചേർത്ത് ഛാത്തീസെ ചിപ്റ്റായെ, അങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നീം കെ പേടോ കെ ഛാവുമേ. അപ്പോൾ നീമെന്ന് പറയുമ്പോൾ നമ്മുടെ വേപ്പിൻ്റെ മരങ്ങളുടെ തണലത്തൂടെ അവൻ അങ്ങനെ നടക്കുകയാണ്. കഞ്ചെ അബ് ഉസ്കി ഹഥേലി മേ ഹെ, ഹഥേലി എന്ന് പറഞ്ഞാൽ പാം അല്ലെങ്കിൽ കയ്യിൽ. അപ്പോൾ കഞ്ചെ ഇപ്പോൾ അവൻ്റെ കയ്യിലാണ്. ജബ് ചാഹെ ബാഹർ നിക്കാലെ, എപ്പോൾ വേണമെങ്കിലും തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അവന് അത് പുറത്തെടുക്കാം. ഉസ്നെ പോട്ട്ലി ഹിലാക്കർ ദേഖ, ആ പൊതിയൊന്ന് കുലുക്കി നോക്കി. ഹിലാക്കർ എന്ന് പറഞ്ഞാൽ കുലുക്കി നോക്കി. വഹ ഹസ് രഹാ ഥാ, അവന് സന്തോഷത്തിൽ അവൻ ചിരിക്കുകയായിരുന്നു. ഉസ്ക ജി ചാത്താ ഥാ, അവൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞു, അവനും തോന്നുമായിരുന്നു, അവൻ ജി ചാത്താ ഥാ, അവനിങ്ങനെ തോന്നി. കാശ് പൂര ജാർ ഉസെ മിൽ ജാത്ത, മൊത്തം ജാറിലുള്ള ഗോലികളും കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. जार मिलता तो उसके छूने से ही कंचे को छूने का एहसास होता. അപ്പോൾ അവൻ എന്തുകൊണ്ടാണ് ആ ജാറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത്? ജാർ മിൽത്താത്തോ, ജാറ് കിട്ടുകയാണെങ്കിൽ ഉസ്കെ ഛൂനേസെ, ആ ജാറിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഗോലികളിൽ തൊടുന്ന ആ ഒരു ഫീൽ കിട്ടിയേനെ. എഹസാസ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്, അങ്ങനെ ആ ഒരു ഫീലിംഗ് കിട്ടിയേനെ എന്ന് അവൻ വിചാരിച്ചു. എക്കായിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉസേ ഷക് ഹുവ, അവനൊരു ഡൗട്ട്. ക്യാ സബ് കഞ്ചേമേ ലക്കീർ ഹോഗി, ലക്കീർ എന്ന് പറഞ്ഞാൽ വരകൾ, ലൈനിങ്. എല്ലാ ഗോലികളിലും ആ ലൈൻ ഉണ്ടോ എന്നൊരു സംശയം. ഉസ്നെ പോട്ട്ലി ഖോൽക്കർ ദേഖ്നെ കാ നിശ്ചയിക്കുക, അവൻ ആ പൊതി തുറന്നു നോക്കാനായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ ബസ്തെ നീച്ചെ റക്കർ വഹ ധീരേസെ പോട്ട്ലി ഖോൽനെ ലഗ. അപ്പോൾ അവൻ്റെ ബാഗ് താഴെ വെച്ചിട്ട് മെല്ലെ ആ പൊതി തുറക്കാൻ തുടങ്ങി. പോട്ട്ലി ഖുലി ഓർ സാരി കഞ്ചെ ബിഖർ ഗേ. അപ്പോൾ പൊതി തുറന്നു, അപ്പോൾ എല്ലാ ഗോലികളും അവിടെ മൊത്തം നിരന്നു, പുറത്തു പോയി, ചാടിപ്പോയി. വേ സടക്കെ ബീച്ചോ ബീച്ച് പहुंच रहे हैं. അപ്പോൾ അത് എവിടെയാണ് പോയത്? ഈ റോഡിൻ്റെ നടുവിലായിരുന്നു. ബീച്ച് എന്ന് പറഞ്ഞാൽ നടുവിലാണ് ഇത് ഈ ഗോലികളെല്ലാം പുറത്തു പോയത്. ക്ഷൺഭർ സക് പക്കാനേക്ക് ബാദ് ഒന്ന് പരിഭ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഉനെ ചുന്നെ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഹഥേലി ഭർഗെ,
അവൻ്റെ കൈകൾ നിറഞ്ഞു. വ ചുനെ ഹുയെ കഞ്ചെ കഹാ രഖെ, അപ്പോൾ ആ എടുത്ത ഗോലികളെ ഞാൻ എവിടെ വെക്കും അവൻ ചിന്തിച്ചു. സ്ലേറ്റ് ഓർ കിതാബ് ബസ്തെ സെ ബാഹർ രഖ്നെ കെ ബാദ്, അപ്പോൾ സ്ലേറ്റും ബുക്കും ഒക്കെ ബാഗിൽ നിന്ന് പുറത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് കഞ്ചെ ബസ്തേമേ ഡാൾനെ ലഗ, എന്നിട്ട് അവൻ ആ ഗോലികൾ അവൻ്റെ ബാഗിൽ പെറുക്കിയിടാൻ തുടങ്ങി. ഇത് അവൻ പെറുക്കിയിടുകയാണ്. റോഡിൻ്റെ നടുക്കിലാണ് പോയിരിക്കുന്നത്. 1 2 3 4 1 2 3 4 അവൻ അങ്ങനെ കൗണ്ട് ചെയ്ത് ഇടുകയാണ് അവൻ്റെ ബാഗിനകത്തോട്ട്. ഏക് കാർ സടക് പർ ബ്രേക്ക് ലഗാ രഹി ഥി, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് ബ്രേക്ക് ചവിട്ടി അവൻ്റെ അടുത്ത് വന്നിട്ട്. റോട്ടിലാണ് അവൻ പെറുക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ വന്നു ഒരു കാറ് നിർത്തി. വ ഉസ് വക്ത് ഭി കഞ്ചെ ചുന്നെ മേ മഗ്ന ഥാ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാറ് വന്നതൊന്നും അവൻ അറിഞ്ഞില്ല. അവൻ്റെ ഈ ഗോലികൾ പെറുക്കുകയാണ്, അതിലായിരുന്നു അവൻ്റെ ഫുൾ ശ്രദ്ധ, അതിൽ ബിസി ആയിരുന്നു അവൻ. ഡ്രൈവർക്കോ ഇത്തന ഗുസ്സ ആയ, ആ കാറിലെ ഡ്രൈവർക്ക് ഒരുപാട് ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു. വഹ സഡക് ലഡ്കേക്കോ കച്ച ഖാ ജാനെ കി ഇച്ഛ ഹുയി, ഉസ് ലഡ്കേക്കോ കച്ച ഖാ ജാനെ കി, അങ്ങനെ തന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം അയാൾക്ക് വന്നു. ഉസ്നെ ബാഹർ ഝാക്കർ ദേഖ, അവൻ പുറത്തോട്ട് തലയിട്ട് കൊണ്ട് നോക്കി. വ ലഡ്ക ക്യാ കർ രഹാ ഹൈ, അപ്പോൾ നോക്കിയിട്ട് ചോദിച്ചു. അപ്പോൾ വിചാരിച്ചു ആ കുട്ടി, ആ ലഡ്ക എന്ത് ചെയ്യാണ്. ഹോൺ കി ആവാജ് സുൻ കഞ്ചെ ചുൻത്തെ അപ്പുനെ ബീച്ച് മേ സിർ ഉഠാക്കർ ദേഖ, അപ്പോൾ ഹോൺ അടിച്ചിരുന്നു ആ ഡ്രൈവർ. അപ്പോൾ ഹോണിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ, ആവാസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക, ആ ഹോണിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ, അപ്പോൾ ഈ ഗോലികൾ പെറുക്കിയെടുത്ത് കൊണ്ടിരുന്ന അപ്പു ബീച്ച് മേ സിർ ഉഠാക്കർ ദേഖ, ഇടയ്ക്ക് തലയൊന്ന് പൊക്കി നോക്കി, ഇതാരാണ് ഈ ഹോൺ അടിക്കുന്നത്. സാമനെ ഏക് മോട്ടോർ ഹെ, സാമനെ ഏക് ഫ്രണ്ടിലൊരു മോട്ടർ അല്ലെങ്കിൽ ഒരു കാർ, ഉസ്കെ ഭീതർ ഡ്രൈവർ, അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവറും ഉണ്ട്. ഉസ്നെ സോച്ച, അപ്പോൾ അപ്പൂന് തോന്നി ക്യാ കഞ്ചെ ഉസേ ഭി അച്ഛാ ലഗ് രഹേ ഹെ, ഈ കഞ്ചെ, ഈ ഗോലികൾ ആ ഡ്രൈവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നല്ലോ. ശായദ് വൗ ബി മജാ ലേ രഹാ ഹെ, അപ്പോൾ എനിക്ക് അപ്പൂന് തോന്നി ആ ഡ്രൈവർക്കും ഈ ഗോലികൾ വളരെ ഇഷ്ടമായി, അയാളും ആസ്വദിക്കുകയാണ്, ഇത് മജാലേരെ ആസ്വദിക്കുന്നുണ്ടാവുമെന്ന് അപ്പുവിന് തോന്നി. ഈ കഞ്ച ഉഠാക്കർ ഉസെ ദിഖായ ഓർ ഹസ, അപ്പോൾ ഒരു ഗോലി എടുത്തിട്ട് ഡ്രൈവറിനെ കാണിച്ചിട്ട് അപ്പു ചിരിച്ചു. ബഹുത് അച്ഛാ ഹേ ന, എന്നിട്ട് ചോദിച്ചു വളരെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഡ്രൈവർക്ക് ഗുസ്സ ഹവാ ഹോ ഗയ, അപ്പോൾ ഡ്രൈവറിൻ്റെ ഈ ദേഷ്യമെല്ലാം പോയി എന്നാണ് പറയുക. ഹവ ഹോ ഗയ എന്ന് പറഞ്ഞാൽ ഉടുക അല്ലെങ്കിൽ പോയി. വ ഹസ്പട, ഡ്രൈവറും ചിരിച്ചു. ബസ്ത കന്തേ പർ ലട്കായെ, സ്ലേറ്റ് കിതാബ് शीशी പെൻസിൽ സബ് ഛാത്തി സെ ചിപ്കായെ വ ഘറായ, അപ്പോൾ ബാഗ് എടുത്ത് തോളിലിട്ടു, ഈ സ്ലേറ്റും പുസ്തകവും കുപ്പിയും പെൻസിലും ഒക്കെ കയ്യിലെടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ വന്നു. ഉസ്കി മാ शाम की चाय तैयार कर उसकी राह देख रही थी, അപ്പോൾ അവൻ്റെ അമ്മ വൈകുന്നേരത്തിലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് അവൻ വരുന്നത് നോക്കിയിരിക്കുകയാണ്. ഉസ്കി രാഹ് ദേഖ് റഹി തി എന്ന് പറഞ്ഞാൽ, രാഹ് എന്ന് പറഞ്ഞാൽ രാസ്ത അല്ലെങ്കിൽ വഴി, അവൻ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു വഴിയിലോട്ട്. ബരാമദേ की बीच ओके बेंच पर, बरामदे के बेंच पर स्लेट व किताबें फेंक कर वह दौड़कर माँ के गले लग गया. അപ്പോൾ അവൻ എന്ത് ചെയ്തു, വരാന്തയിലുള്ള ബെഞ്ചിൻ്റെ മുകളിൽ സ്ലേറ്റും ബുക്കും ഒക്കെ എറിഞ്ഞിട്ട്, ഫേങ്കർ എന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ട്, സ്ലേറ്റും ബുക്കും ഒക്കെ എറിഞ്ഞിട്ട് ദോഡ്കർ ഓടിയൊന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഗലയിൽ ലഗ്യ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു. ഉസ്കെ ലോട്ട്നെ മേ ദേർ ഹോത്തെ
उसके लौटने में देर होते देख माँ घबराई हुई थी. അപ്പോൾ അവൻ വരാൻ വൈകിയപ്പോൾ അമ്മ ഒന്ന് പരിഭ്രമിച്ചിരുന്നു. ഘബരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമിക്കുക അല്ലെങ്കിൽ പേടിച്ചു പോയിരുന്നു. ഉസ്നെ ബസ്ത ജോർ സെ ഹിലാക്കർ ദിഖായ. അവൻ അവൻ്റെ ബാഗ് ഒന്ന് ശക്തിയിൽ കുലുക്കി കാണിച്ചു. ഹിലാക്കർ ദിഖായ. അരെ യേ ക്യാ ഹെ മാനെ പൂച്ച. അപ്പോൾ അമ്മ ചോദിച്ചു, ഇതെന്താണ്? മേ നഹി ബത്താവുങ്ക വോ ബോല. അവൻ പറഞ്ഞു, ഞാൻ പറയില്ല. മുദ്സെ നഹി കഹേഗ. അപ്പോൾ അമ്മ ചോദിച്ചു, എന്നോട് പറയില്ലേ നീ? അപ്പോൾ അവൻ പറഞ്ഞു, കഹൂങ്ക, പറയും. മാ ആഖെ ബന്ദ് കർലോ. അമ്മ കണ്ണുകൾ അടയ്ക്കൂ എന്ന്. മാനെ ആഖെ ബന്ദ് കർലി. അമ്മ കണ്ണുകൾ അടച്ചു. ഉസ്നെ ഗിന. അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3 എന്ന് എണ്ണാൻ തുടങ്ങി. മാനെ ആഖെ ഖോൽക്കർ ദേഖ. എന്നിട്ട് അമ്മ കണ്ണ് തുറന്നു നോക്കി. ബസ്തേമേ കഞ്ചേ ഹി കഞ്ചേ ഥേ. അവൻ്റെ ബാഗ് നിറച്ചു ഗോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹ കുച്ച് ഓർ ഹെരാൻ ഹുയി. ആശ്ചര്യമായി അമ്മയ്ക്ക്. ഇത്തനെ സാരേ കഞ്ചേ കഹാ സെ ലായ. അമ്മ ചോദിച്ചു, ഇത്തനെ സാരേ കഞ്ചേ കഹാ സെ ലായ. ഇത്രയും ഗോലികൾ നീ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഖരീദേ ഹെ. അപ്പോൾ അവൻ പറഞ്ഞു, വാങ്ങിച്ചതാണത് ഞാൻ. അപ്പോൾ അമ്മ ചോദിച്ചു, പൈസ? അതിനുള്ള പൈസയോ? പിതാജി കി തസ്വീർ കി ഓർ ഇഷാര കർത്തേ ഹുയേ ഉസ്നെ കഹ. അപ്പോൾ അവിടെ അച്ഛൻ്റെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിലോട്ട് ആംഗ്യം കാണിച്ചുകൊണ്ട്, ഇഷാര എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ദോപഹർക്കോ ദിയേ ഥന. ദോപഹർ ഉച്ചയ്ക്ക് തന്നിരുന്നില്ലേ എനിക്ക് പൈസ. ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ കഞ്ച് വാങ്ങിച്ചത്. മാനെ ദാത്തോ തലെ ഉംഗലി ദബായി. അങ്ങനെ കൈവിരൽ കടിച്ചു. ഉംഗലി എന്ന് പറഞ്ഞാൽ കൈവിരൽ. ഇത്തിനി സാരേ കഞ്ചേ കായക്കോ ലിയേ. ഇത്തിനി സാരേ കഞ്ചേ കായക്കോ. എന്തിനാണ് നീ ഇത്രയും ഗോലികൾ വാങ്ങിച്ചത്? ആഖിർ ഖേലേങ്കെ കിസ്കെ സാത്ത്. നീ ആരുടെ കൂടെ കളിക്കും? ഉസ് ഘർ മേ സിർഫ് വഹി ഹേ. ആ വീട്ടിൽ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ്കെ ബാദ് ഏക്ക് മുന്നി ഹുയി ഥി. ഒരു ചെറിയ അനിയത്തി ഉണ്ടായിരുന്നു. ഉസ്കി ചോട്ടി ബഹൻ. അവൻ്റെ ചെറിയ അനിയത്തിയായിരുന്നു. മഗർ പക്ഷേ ആ അനിയത്തി മരിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മഗർ പക്ഷേ എന്ന് എഴുതിയിരിക്കുന്നത്. മാക്കി പലക് ഭീഗ് ഗയി. അമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. പൽക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കൺപോളകൾ. കണ്ണുകൾ ഭീഗ് ഗയി എന്ന് പറഞ്ഞാൽ നനഞ്ഞു. ഉസ്കി മാ റോ രഹി ഹെ. അമ്മ കരയാണ്. അപ്പു നെഹി ജാൻ സക്കാ കി മാ ക്യോ റോ രഹി ഹെ. അപ്പുവിന് മനസ്സിലായില്ല അമ്മ എന്തിനാണ് കരയുന്നതെന്ന്. ക്യാ കഞ്ചെ ഖരീദനെ സെ. ഞാൻ ഈ ഗോലി വാങ്ങിച്ചുകൊണ്ടാണ് അമ്മ കരയുന്നത്. ഏസാ തോ നെഹി ഹോ സക്ത. അങ്ങനെ ആവാൻ വഴിയില്ല. തോ ഫിർ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ കരയുന്നത്? ഉസ്കി ആँखों के सामने बूढ़ा दुकानदार और कार का ड्राइवर खड़े खड़े हंस रहे थे. ഇപ്പോൾ ഈ അപ്പുവിൻ്റെ മുമ്പിൽ തന്നെ ഈ കടയിലെ കടക്കാരനും റോഡിൽ കണ്ട കാറിൻ്റെ ഡ്രൈവറും ഒക്കെ ചിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം ഇഷ്ടമായി ഈ ഗോലി അല്ലെങ്കിൽ കഞ്ചെ. വേ സബ് പസന്ദ് കർത്തേ ഹൈ. അവർക്കെല്ലാം ഇഷ്ടമായി. സിർഫ് മാക്കു കഞ്ചെ ക്യോ പസന്ദ് നഹി ആയേ. എൻ്റെ അമ്മയ്ക്ക് മാത്രം ഈ ഗോലികൾ എന്താണ് ഇഷ്ടമാവാതിരുന്നത്? പസന്ദ് നഹി ആയേ, ഇഷ്ടമാവാതിരുന്നത്. ഷായദ് കഞ്ചെ അച്ഛ നഹി ഹെ. അവൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഗോലികൾ, ഈ കഞ്ചെ നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടമാവാതിരുന്നത്, അതുകൊണ്ടായിരിക്കും അമ്മ കരയുന്നത്. बस्ते में आंवले जैसे कंचे निकालते हुए उसने कहा. ബസ്തേ സെ. ബസ്ത എന്ന് പറഞ്ഞാൽ ആ ബാഗിൽ നിന്ന്, അവൻ്റെ ബാഗിൽ നിന്ന് ആവലെ ജേസെ, ഇപ്പോൾ നെല്ലിക്ക പോലെയുള്ള ആ ഗോലികൾ പുറത്തെടുത്തിട്ട് അവൻ പറഞ്ഞു, ബുരേ കഞ്ചെ ഹേന. ബുരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത, ചീത്ത ഗോലിയാണ് അല്ലേ അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, നെഹി അച്ഛേ ഹേ. അല്ല, നല്ലതാണ്.
ദേഖ്നെ മേ ബഹുത് അച്ഛേ ലഗ്തേ ഹൻ ഹേന. അപ്പോൾ അവൻ പറഞ്ഞു, കാണാൻ ഒരുപാട് നന്നായിട്ടില്ലേ അല്ലേ എന്ന് അമ്മയോട് ചോദിച്ചു. ബഹുത് അച്ഛേ ലഗ്തേ ഹൻ. അപ്പോൾ അമ്മ പറഞ്ഞു, വളരെ നല്ലതാണ്. വ ഹസ്പട. എന്നിട്ട് അമ്മ ചിരിച്ചു. ഉസ്കി മാ ഭി ഹസ്പടി. അപ്പോൾ അവൻ ചിരിച്ചു. അത് കണ്ടപ്പോൾ അവൻ്റെ അമ്മയും ചിരിച്ചു. ആസു സെ ഗീലെ മാ കെ ഗാൽ പർ. ആസു സെ ഗീലെ എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ അമ്മയുടെ ഗാൽ എന്ന് പറഞ്ഞാൽ കവിളിൽ ഉസ്നെ അപ്ന ഗാൽ സട്ടാദിയ. അവനവൻ്റെ കവിള് ചേർത്തു അമ്മയുടെ കവിളിൽ. അമ്മയുടെ കവിൾ എങ്ങനെയാണ്, കരഞ്ഞിട്ട് നനഞ്ഞിരിക്കുകയാണ്. ആ കവിളിൽ അവനവൻ്റെ കവിള് ചേർത്തു. അബ് ഉസ്കെ ദിൽ മേ ഖുഷി ഛലക് രഹി ഥി. അപ്പോൾ ഛലക് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അവൻ്റെ ഉള്ളിൽ, അവൻ്റെ മനസ്സിൽ ദിൽസെ ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. അവൻ്റെ മനസ്സ് നിറയും സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു ഈ കഞ്ചേ എന്ന പാഠം. ഇവിടെ അവസാനിക്കുകയാണ് ഈ പാഠം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.